Hi dears, welcome back to my channel. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം കണ്ടു നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ തന്നെയുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി തയ്യാറാക്കി എടുക്കാൻ. വെറും 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ 2-3 ഒക്കെ എടുത്തോളൂ കേട്ടോ. ഞാനിവിടെ വലിയ ഒന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ നല്ല രീതിയിൽ ഉടച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ്. അപ്പോൾ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലവറും മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നല്ല പോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല തീയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ നിറം ആക്കിയെടുക്കൊന്നും വേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്